അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് വൃശ്ചിക മാസത്തിലെ വെളുത്ത വാവും ഉദയത്തിൽ കാർത്തികയും ചേർന്ന് വരുന്ന മഹാ തൃക്കാർത്തിക ദിവസം. അമ്മ മഹാമായ പൊന്നു തമ്പരാട്ടി മഹാലക്ഷ്മിയുടെ ദിവസം. നമ്മുടെ എല്ലാവരുടെയും അമ്മ മഹാലക്ഷ്മി, സാക്ഷാൽ ഭഗവതി, സാക്ഷാൽ മഹാദേവി, മഹാവിഷ്ണുവിനൊപ്പം നാരായണനൊപ്പം ഭൂമിയിൽ അവതരിക്കുന്ന ദിവസം. ആദിപരാശക്തിയുടെയും ഭഗവാൻ മുരുകന്റെയും സാന്നിധ്യം നമ്മുടെ ഭൂമിയിലുള്ള ദിവസം. ദുർഗ, ഭദ്രകാളി, മഹാലക്ഷ്മി, ഭുവനേശ്വരി രൂപങ്ങളിൽ മഹാലക്ഷ്മി അവതരിക്കുന്ന ദിവസം. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണ പൊയ്യയിൽ അവതരിച്ച ദിവസവും കൂടിയാണ് തൃക്കാർത്തിക. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും തൃക്കാർത്തിക ഏറ്റവും വിശേഷമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പാലക്കാട് ഹേമാംബിക ഭഗവതി ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലും വിശേഷ ആഘോഷമാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദേവിയുടെ ജന്മനാളാണ്. അമ്മ മഹാലക്ഷ്മി നമ്മളെ ഓരോരുത്തരെയും കാണുവാനായി ഭൂമിയിലേക്ക് വരുന്ന ദിവസം. ഇന്ന് രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം മഹാലക്ഷ്മി ദേവിക്ക് പ്രത്യേകം നേത്യമൊക്കെ അർപ്പിച്ച് ഐശ്വര്യമായി പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ച സമയത്ത് ചില നക്ഷത്രക്കാരെ പറ്റി ചില കാര്യങ്ങൾ ഇന്ന് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചു. ഏതാണ്ട് 8 നക്ഷത്രക്കാരെ പറ്റി ഇന്ന് പ്രശ്നത്തിൽ കണ്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളോട് പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സമയക്കുറവുണ്ടെങ്കിലും ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സമയക്കുറവിനിടയിലും ഈ അധ്യായം ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അത്രമാത്രം സത്യമുള്ള ചില കാര്യങ്ങൾ ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ 8 നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവര് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയും ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു. നിങ്ങളുടെ ജീവിതം വഴിമാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുവാൻ പോവുകയാണ്. ജീവിതം തന്നെ മാറി ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ്. വരും നാളുകളിൽ വരുവാൻ പോകുന്ന മാറ്റവും ഇന്നത്തെ പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി അതൊന്നും താരതമ്യപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക. തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണ് എന്നും പറയുക. തിരുമേനി, അങ്ങയുടെ അഭിപ്രായം തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്, നിങ്ങൾ വെട്ടി തുറന്നു തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാലക്ഷ്മി, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നടത്തി തരിക തന്നെ ചെയ്യും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. സർവം മംഗളമായി തീരുവാൻ പോവുകയാണ്. ഞാൻ ഓരോ നാളുകളായിട്ട് പറയാം, കേട്ടു നോക്കൂ. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുലർച്ചെ ഞാൻ പ്രശ്നം വെച്ച സമയത്ത് തെളിഞ്ഞു വന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ രൂപമാണ് കേട്ടോ. മഹാലക്ഷ്മി ദേവിയുടെ രൂപമാണ്, ദേവിയുടെ ഭഗവതിയുടെ രൂപമാണ് ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു കണ്ടത്. അതായത് ചിത്തിര നക്ഷത്രക്കാർ വളരെ കഷ്ടകാലം പിടിച്ച ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത്. അതായത് ചിത്തിര നക്ഷത്രക്കാർ മരണദുഃഖ സമയത്തു കൂടിയാണ് കടന്നുപോയത്. മരണദുഃഖം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കും എന്നുള്ളതല്ല. മരണത്തിന് സമാനമായ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ജീവിത പ്രയാസങ്ങൾ, വേദനകൾ കൊണ്ടെല്ലാം വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പാടുകളും ജീവിത ദുരിതങ്ങളും രോഗങ്ങളും മറ്റ് അനർത്ഥങ്ങളും കൊണ്ട് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, അങ്ങനെ അലയുകയാണ്. അനുഭവിക്കാൻ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ചിത്ര നക്ഷത്രക്കാർ എന്റെ അടുത്ത് വരാറുണ്ട്. തിരുമിനി ഓരോന്നായി ഓരോ പ്രശ്നവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ സമാധാനിച്ചു വരുമ്പോൾ മറ്റൊന്ന് കേറി വരുന്നു. ഈ വീഡിയോ കാണുന്ന ചിത്തിര നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അത്തരത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ചിത്തിര നക്ഷത്രക്കാർ. ചിത്തിര നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളില്, നിങ്ങളുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വിഷമസന്ധിയിലാണ് നിങ്ങൾ. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ ചിത്തിര നക്ഷത്രക്കാരുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് കാണുവാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു കണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ രൂപമാണ് കേട്ടോ. വെളുത്തവാവും തൃക്കാർത്തികയും ചേർന്ന് വരുന്ന ഈ പുലർച്ചയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സാക്ഷാൽ അമ്മ മഹാലക്ഷ്മി ദേവി ഭഗവതി നിങ്ങളെ കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരുവാൻ പോവുകയാണ്. എന്തെല്ലാം മനപ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ, ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ, അതെല്ലാം അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്ക് മാറ്റിത്തരും.
ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരുന്ന കാലഘട്ടമാണ്. എല്ലാ സങ്കടങ്ങളും മാറ്റി അമ്മ മഹാലക്ഷ്മി, അമ്മ ഭഗവതി നിങ്ങളെ കാത്തിരക്ഷിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറി സന്തോഷം വരുന്ന സമയമാണ്. മാത്രമല്ല, ചിത്തിര നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഒരുപാട് മംഗളകർമ്മങ്ങൾ നടക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ വന്നു ചേരും. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹങ്ങൾ മാത്രമല്ല, സന്തോഷം നൽകുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ, ഒട്ടനവധി ശുഭകാര്യങ്ങൾ, ആഗ്രഹ സാഫല്യം, ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ഈ തൃക്കാർത്തിക നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു തൃക്കാർത്തികയായിരിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവതി മഹാവിഷ്ണു സമേതനായി നിങ്ങളുടെ വീടുകളിൽ വന്ന് അനുഗ്രഹിക്കും. എല്ലാം നന്നായി വരും. ഇന്നത്തെ ദിവസം മഹാലക്ഷ്മി ദേവിയെയും നാരായണനെയും സ്മരിക്കുവാൻ മറക്കരുത്. എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് സമാധാനമിരുന്ന് മഹാവിഷ്ണു മന്ത്രങ്ങളും നാരായണ മന്ത്രങ്ങളും മഹാലക്ഷ്മി മന്ത്രങ്ങളും ജപിക്കുക, പ്രാർത്ഥിക്കുക. ഇവിടെ മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി ഭവിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങൾ തീർന്ന് നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. എന്റെ നാവ് പൊന്നാകും, സർവം മംഗളമായി കിട്ടും. അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. എന്റെ ഈ വീഡിയോ കാണുന്ന ഭരണി നക്ഷത്രക്കാർ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ മഹാഗണപതിയുടെ രൂപമാണ്. സാക്ഷാൽ ഗണനായകൻ വിഘ്നേശ്വരന്റെ രൂപം. ഗണനായകൻ, സർവശക്തൻ, സർവവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന സാക്ഷാൽ മഹാഗണപതി, എല്ലാ നേട്ടങ്ങളുടെയും ആധാരമായി മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഭഗവാൻ മഹാഗണപതി വിഘ്നേശ്വരൻ. നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഭരണിക്കാർക്ക് ഇപ്പോൾ വളരെ വലിയ മാനസിക വിഷമതകളും മനപ്രയാസങ്ങളുമുള്ള സമയമാണ്. ദുഃഖങ്ങളുള്ള, സങ്കടങ്ങളുള്ള, വേദനകൾ കടിച്ചമർത്തുന്ന സമയം. എല്ലാ കാര്യങ്ങളിലും കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും വന്നു ചേരുന്ന സമയം. എല്ലാം മറന്ന് ഒന്ന് മനസമാധാനമായി ഉറങ്ങിയിട്ട് ഭരണി നക്ഷത്രക്കാർ വളരെ വർഷങ്ങളായി സങ്കടക്കടലിന്റെ നടുവിലാണ് ഈ നക്ഷത്രക്കാർ. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ സാക്ഷാൽ വിഘ്നേശ്വരൻ ഇത് കൃത്യമായി കാണിച്ചു തന്നു. വളരെ വലിയ സങ്കടങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത്. എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചും കളിച്ചും പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിലെ മനപ്രയാസങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. പുറത്തുനിന്ന് ഈ നക്ഷത്രക്കാരെ കാണുന്നവർ വിചാരിക്കും അവൻ വളരെ ഭാഗ്യവാനാണ്, അവൾ വളരെ ഭാഗ്യവതിയാണ് എന്ന്. പക്ഷേ ഭരണിക്കാർക്ക് മനസ്സിലാവും അവരുടെ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രമാണെന്ന്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഭരണി നക്ഷത്രക്കാർ എല്ലാവരുടെയും അടുത്ത് അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരല്ല. എല്ലാ ദുഃഖങ്ങളും നിശബ്ദമായി സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവർ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇത് ഭരണിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നിങ്ങളുടെ ആ സങ്കടക്കടലുണ്ടല്ലോ, അത് മഹാഗണപതി ഭഗവാൻ കണ്ടു. ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് വിഘ്നേശ്വരന്റെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ചില വിജയങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. സാമ്പത്തിക ഭദ്രത, കർമ്മപുഷ്ടി, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതകൾ, ഇതെല്ലാം തന്ന് സാക്ഷാൽ വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. വിഘ്നേശ്വരൻ നിങ്ങൾക്ക് ചക്രവർത്തി യോഗമാണ് നൽകുന്നത്. ചക്രവർത്തി യോഗം ലഭിക്കുന്ന അപൂർവ ചില നക്ഷത്രക്കാരിൽ ഒരാളാണ് നിങ്ങൾ. ഇന്ന് ഈ തൃക്കാർത്തിക തീർന്ന് ഇന്ന് രാത്രി അവസാനിക്കുന്നതോടുകൂടി നാളെ വെള്ളിയാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിയും. ഒരു വർഷം മുഴുവൻ ഈ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അലിഞ്ഞ് ഇല്ലാതാകും. വിഘ്നേശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇനി വിഷമചിന്തകൾ? ഇനി സൗഭാഗ്യ വർഷമാണ്. എഴുതി വെച്ചോളൂ, എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും. ഈ തൃക്കാർത്തിക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും സംതൃപ്തിയും ജീവിത വിജയങ്ങളും നൽകുവാൻ പോവുകയാണ്. ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് എന്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞത് സാക്ഷാൽ ഭാർഗവന്റെ രൂപം, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപമാണ്. ഏറ്റവും ഐശ്വര്യമാണ് അത്. ഈ മകീര നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുടെ നടുവിലാണ് മകീര നക്ഷത്രക്കാർ ഇരിക്കുന്നത്. ചുറ്റും ശത്രുക്കളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾക്ക് കാരണം ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളാണ്. നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാറില്ല. പക്ഷേ ശത്രുക്കൾ നിങ്ങളെ വരിഞ്ഞിട്ട് മുറക്കും. ശത്രുക്കൾ മുഖേന ഒരുപാട് പ്രാക്കും വിളിച്ചപേക്ഷയും എരിച്ചിലും കണ്ണീറും നാവേറും എല്ലാം ഉണ്ടാകുന്നുണ്ട്. വേറെ ഒന്നുകൊണ്ടും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാഗി തോൽപ്പിക്കുകയാണ് ശത്രുക്കളുടെ ഒരു രസം. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ്.
നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ, നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, ബന്ധുജനങ്ങൾക്കിടയിൽ, സ്വന്തക്കാർക്കിടയിൽ ഈ പറയുന്ന ശത്രുക്കളുടെ ഉപദ്രവം വല്ലാതെയുണ്ട്. മകീര നക്ഷത്രക്കാർ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് പലതും ഒളിച്ചും പാത്തുമാണ് ജീവിതത്തിൽ ചെയ്തു പോരുന്നത്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും കണ്ണേറും പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും ഒക്കെ ഒത്തിരി ഉണ്ട്. മകീര നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്നാൽ ഇന്ന് പ്രസംഗത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപമാണ്. നിങ്ങളെ ആക്ഷേപിച്ചവർ, നിങ്ങളെ അകറ്റി നിർത്തിയവർ, നിങ്ങളെ പരിഹസിച്ചവർ, അവരെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. ശത്രുക്കളുടെ മുന്നിലൂടെ അഭിമാനത്തോടെ നിങ്ങൾ നടന്നടക്കും. നിങ്ങൾക്കെതിരെ എല്ലാ പടക്കോപ്പുകളും കൂട്ടിക്കൊണ്ടിരുന്ന ശത്രുക്കളെല്ലാം നിങ്ങളുടെ ഈ കാഴ്ച കണ്ട്, നിങ്ങളുടെ വിജയം കണ്ട് ഞെട്ടിവിറയ്ക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക. ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു പിടിക്കുകയും നേടിയെടുക്കുകയും, ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ സ്വപ്നം കണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം അധികം വൈകാതെ വരും മാസങ്ങളിൽ സ്വായത്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും. മകേര നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലണ്ടറിൽ ഇത് എഴുതിയിട്ടുള്ളൂ. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഏതാണ്ട് 5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില ആഗ്രഹങ്ങൾ, വലിയ ചില ലക്ഷ്യങ്ങൾ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നേടിത്തരുമെന്നാണ് ഇന്ന് പ്രശ്നചിന്തയിൽ എനിക്ക് കൃത്യമായി ഗണിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശ്നത്തിൽ കണ്ടത് ഒരിക്കലും തെറ്റില്ല. ശ്രീരാമചന്ദ്ര ഭഗവാൻ സകല സൗഭാഗ്യങ്ങളും നൽകി നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അപ്പോൾ ഇതാണ് 3ാമത്തെ നക്ഷത്രം. ഇനി അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് എന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപം. ഈ തൃക്കാർത്തിക ഉത്സവത്തിന് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്കൊപ്പം മഹാവിഷ്ണു ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഇതിലും വലിയ സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടുവാനുണ്ടോ? അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കഷ്ടപ്പെടുവാൻ ഉള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അനിഴ നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒന്ന് ഉപമിച്ച് നോക്കണം. രാപ്പകലില്ലാതെ നന്നായി അധ്വാനിക്കുന്നുണ്ട്, നെട്ടോട്ടം ഓടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. എന്നും ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും മാത്രം. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മനസമാധാനമായിട്ട് സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള ഒരു യോഗവും ഇല്ല. കഷ്ടപ്പാട് മാത്രം മിച്ചം, കാര്യതടസ്സങ്ങൾ, കാര്യപരാജയങ്ങൾ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഒരു സംതൃപ്തിയില്ലാത്ത, സന്തോഷമില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷമൊന്ന് അനുഭവിച്ചിട്ട്, ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് ഒരുപാട് മാസങ്ങൾ, ഒരുപാട് വർഷങ്ങളായി. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രം മിച്ചം എന്നുള്ളൊരവസ്ഥയാണ് ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത്. ഒരു മനുഷ്യായുസിൽ ചെയ്യുവാൻ പറ്റുന്നതെല്ലാം അനിഴ നക്ഷത്രക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഫലം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ? എല്ലാ കാര്യങ്ങളും ഒന്ന് മന്ദീഭവിച്ച് കിടക്കുന്നു. ജീവിതത്തിൽ ഒരു ഐശ്വര്യമില്ല, ഉയർച്ചയില്ല, നേട്ടങ്ങളില്ല. അധ്വാനത്തിനനുസരിച്ചുള്ള നേട്ടങ്ങളോ സന്തോഷങ്ങളോ വിജയങ്ങളോ ഒന്നും വന്നു ചേരുന്നില്ല. ഉറക്കമില്ലാത്ത രാവുകളാണ് പലപ്പോഴും. ഇതാണ് ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ തൃക്കാർത്തിക നാളിൽ സാക്ഷാൽ മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണു ഭഗവാൻ എത്തി നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാതാക്കുവാൻ പോവുകയാണ്. ജീവിതത്തിലേക്ക് വിജയങ്ങൾ, കർമ്മപുഷ്ടി, സാമ്പത്തിക ഭദ്രത, വിവാഹ യോഗം എന്നിങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് മഹാവിഷ്ണു ഭഗവാൻ. ജീവിതത്തിലെ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. നമ്മൾ പരിശ്രമിക്കാനുള്ളതെല്ലാം പരിശ്രമിച്ചു, കഷ്ടപ്പെടുവാനുള്ളതെല്ലാം കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. പക്ഷേ നമുക്ക് ഒന്ന് ചിരിക്കുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ ഒരു അവസ്ഥയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണല്ലോ ജീവിതത്തിൽ വേണ്ടത്. അതില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് പിന്നെ എന്താണ് അർത്ഥം? എന്നാൽ നിങ്ങൾക്ക് അനിഴ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സന്തോഷം വരുന്ന, സംതൃപ്തി വരുന്ന, ജീവിത വിജയങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും. ഏതാണ്ട് ഒരു 5 മാസങ്ങൾക്കുള്ളിൽ തന്നെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതം വളരെയേറെ മെച്ചപ്പെട്ടു വരും. ഇന്ന് ഈ തൃക്കാർത്തിക രാത്രി തീർന്ന് നാളെ വെള്ളിയാഴ്ച ഉദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതം നിങ്ങൾക്ക് വന്നു തുടങ്ങുകയാണ്.
അനിഴ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി വല്ലപ്പോഴും ഒന്ന് തൊഴുവാൻ പറയണം. മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുവാൻ പറയണം. ദാ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ സന്തോഷങ്ങൾ വന്നു ചേരുകയാണ്. അനിഴ നക്ഷത്രക്കാർ ഉള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ്. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. സർവം മംഗളമായി ഭവിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇന്ന് ഞാൻ പുലർച്ചെ പ്രശ്നചിന്തം നടത്തിയപ്പോൾ തെളിഞ്ഞ രൂപം ഹനുമൽ സ്വാമികളുടെ രൂപമാണ്. ഹനുമാൻ സ്വാമിയുടെ രൂപമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഐശ്വര്യമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടും. എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് നടന്നു കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആ രീതിയിൽ, ആ രൂപത്തിൽ ഭഗവാൻ ഹനുമൽ സ്വാമികൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടത്തിത്തരും, നിങ്ങൾ കയ്യിൽ വെച്ച് തരും. ഇന്ന് പ്രശ്നം നോക്കിയപ്പോൾ ഈ അത്തം നക്ഷത്രക്കാരുടെ ജീവിതം എന്താ ഇങ്ങനെയാ കണ്ടത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ അത്തം നക്ഷത്രക്കാർ. ദൈവം മാത്രമേ നിങ്ങൾക്ക് കൂട്ടുള്ളൂ. പലപ്പോഴും നിങ്ങൾ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങ് മാത്രമേ എനിക്ക് കൂട്ടുള്ളൂ, എന്നെ അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ്, ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ അനുഭവിച്ചു വരികയാണ്. പലപ്പോഴും ക്ഷേത്ര നടകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്തം നക്ഷത്രക്കാർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം സങ്കടങ്ങൾ മാറ്റി, ദുഃഖങ്ങൾ മാറ്റി, മനപ്രയാസങ്ങൾ മാറ്റി, സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക വിഷമതകളും മാറ്റി നല്ലൊരു അവസ്ഥ, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സന്തോഷിക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണേ എന്നുള്ളത് മാത്രമാണ്. പല വഴിപാടുകളും നടത്തി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്തം നക്ഷത്രക്കാർ. കൂടെ നിന്നവർ പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ, സ്വന്തം പങ്കാളി പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് പറയുവാനുള്ളത്. പലപ്പോഴും ഭഗവാൻ മാത്രമേ അവർക്ക് കൂട്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വിളിച്ച ഓരോ വിളികളിലും ഭഗവാൻ സംതൃപ്തനായിട്ടിരിക്കുകയാണ്. ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പ്രശ്നചിന്തം നടത്തിയപ്പോൾ ഭഗവാൻ ഹനുമൽ സ്വാമികളുടെ രൂപമാണ് തെളിഞ്ഞു കണ്ടത്. എഴുതി വെച്ചോളൂ, അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിത വിജയമുണ്ടാവാൻ പോവുകയാണ്. വളരെ വലിയ സാമ്പത്തികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ പോവുകയാണ്. നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുവാൻ പോവുകയാണ്. എല്ലാം ഭഗവാൻ നടത്തിത്തരും, ഹനുമൽ സ്വാമികൾ നടത്തിത്തരും. തൊഴിൽ, ഭൂമി വിൽപ്പന, മക്കളുടെ തൊഴിൽ, മക്കളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത്, അതെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഹനുമാൻ സ്വാമി നിങ്ങളെ ജീവിത വിജയത്തിലെത്തിക്കും. ഈ നിമിഷം നിങ്ങൾ ഹനുമാൻ സ്വാമിയോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും. കൂടെ നിന്നവർ പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ രക്ഷകനായിട്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമി വന്നിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് വെറും വകകളല്ല. നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും ഈ തൃക്കാർത്തിക രാത്രി കഴിഞ്ഞ് നാളെ വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏതാണ്ട് 4-5 മാസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചിരുന്നുവോ ആ നേട്ടങ്ങളെല്ലാം സ്വന്തമായി തീരും. എല്ലാം ഹനുമാൻ സ്വാമിയിൽ അർപ്പിക്കുക. അടുത്ത ഹനുമൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. എല്ലാം സർവമംഗളമായി തീരും. ജീവിതത്തിൽ വിജയമുണ്ടാവും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ തൃക്കാർത്തിക ദിവസത്തിൽ എന്റെ പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ രൂപം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. ഇന്ന് ഏതാ ദിവസം? വ്യാഴാഴ്ച. ഇന്ന് ഏതാ സമയം? പ്രഭാത സമയം. രാവിലെ പ്രശ്നം വെച്ചപ്പോൾ തന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ആ ഒരു മനോഹരമായ രൂപം. ഈ ഒരു പ്രഭാതത്തിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യമുള്ള ഈ തൃക്കാർത്തിക നാളിൽ എന്റെ പ്രശ്നഫലയിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. അവിട്ട നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു എന്ന് പറയാം. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ അവിട്ട നക്ഷത്രക്കാർക്ക് കണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പല സ്വപ്നങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കേണ്ട കാര്യങ്ങളുമാണ്. അത് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുമുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ ജീവിതം കൈവിട്ടു പോകും, എന്റെ ജീവിതത്തിൽ ഒരു രക്ഷ കിട്ടുകയില്ല, ഇത് നടക്കേണ്ട സമയം ഇതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ കാര്യം നിങ്ങളെ അലട്ടാറുണ്ട്.
അത് വളരെ കൃത്യമായിട്ട് ഇന്ന് അവിട്ടം നക്ഷത്രക്കാരുടെ പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. നടന്നു കിട്ടേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അത് നടത്തി തരുമെന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങൾക്കത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും. ഈ തൃക്കാർത്തിക രാത്രി ഇരുണ്ട് വെളുക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും നടക്കും. കർമ്മപുഷ്ടി, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം വന്നു ചേരും. ഇന്ന് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വിളക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീടിന്റെയോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ നാരായണ നാമങ്ങൾ ജപിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നടത്തിത്തരും. അത് പ്രണയമാകട്ടെ, ജോലിയാകട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, അതെല്ലാം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമോ ജോലിയോ വിവാഹമോ എന്ത് കാര്യമോ ആയിക്കൊള്ളട്ടെ, അത് ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് സാധിച്ചു തരും. വലിയ മന്ത്രങ്ങൾ ഒന്നും വേണ്ട. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒന്നല്ല എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ. എല്ലാം ഭഗവാൻ സാധിച്ചു തരും. എന്തൊക്കെ ചോദിക്കുവാനുണ്ടോ, എത്ര എണ്ണം ചോദിക്കുവാനുണ്ടോ, അതെല്ലാം നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ, നടത്തിത്തരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അമ്പലത്തിൽ പോവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വൈകിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് മനസ്സ് ശുദ്ധമായി ഇരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാരായണ മന്ത്രങ്ങൾ ജപിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നടന്നു കിട്ടിയിരിക്കും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. ഈ പ്രവചനം സത്യമായി വരും. അപ്പോൾ ഇതാണ് അവിട്ടം നക്ഷത്രക്കാരോട് എനിക്ക് പറയുവാനുള്ളത്. ഇത് വെറും വാക്കാവുകയില്ല. ഭഗവാൻ എന്താഗ്രഹങ്ങളും നിങ്ങൾക്ക് നടത്തിത്തരും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന എന്താഗ്രഹങ്ങളും ഭഗവാനോട് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, എല്ലാം നടത്തി കിട്ടും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് കേട്ടോ. ഇന്ന് പൂരം നക്ഷത്രക്കാർക്ക് പ്രശ്നത്തിൽ തെളിഞ്ഞത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ് കേട്ടോ. ഈ പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് ഈ തൃക്കാർത്തിക ദിവസം, മഹാലക്ഷ്മിയുടെ ദിവസം, മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണുവിന്റെ രൂപം തെളിയുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള, അതീവ ഭാഗ്യമുള്ള കാര്യമാണ്. ഭഗവാന്റെ രൂപം തെളിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് എന്റെ പ്രശ്ന ചിന്തയിൽ ഇവരുടെ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരുപാട് ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. കടലോളം കാര്യങ്ങൾ മനസ്സിലുണ്ട്. ജീവിതത്തിൽ എന്നും നിരാശകളും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും സംഭവിച്ചവരാണ് പൂരം നക്ഷത്രക്കാർ. സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും വെളിയിൽ കാണിക്കുന്നത് ഒരു കടുകുമണിയോളം മാത്രമാണ്. താൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. ചുറ്റുമുള്ളവരെ എന്തിനെ വിഷമിപ്പിക്കുന്നു എന്നോർത്ത് പല സങ്കടങ്ങളും, പല വേദനകളും, പല ദുഃഖങ്ങളും പൂരം നക്ഷത്രക്കാർ പുറത്ത് പറയാറില്ല. ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ കൂടിയാണ് പല പൂരം നക്ഷത്രക്കാരും കടന്നു പോകാറുള്ളത്. എല്ലാ വേദനകളും കടിച്ചമർത്തി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ. പോട്ടെ, ഈശ്വരനുണ്ടല്ലോ, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ടല്ലോ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് പൂരം നക്ഷത്രക്കാർ. എത്രയോ നിങ്ങൾ പ്രതികരിക്കേണ്ട, എടുത്തു ചാടി പ്രതികരിക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി, വേദനകൾ ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്നവരാണ്. ദേഷ്യപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു. അതിലൊന്നും പ്രതികരിക്കാതെ മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോയി. എല്ലാം ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തി വെച്ച് തങ്ങളുടെ സങ്കടങ്ങൾ എന്നെങ്കിലും ഈശ്വരൻ കാണും, അതിനൊരു പരിഹാരം തരും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സത്യമാകാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്ന ആഗ്രഹങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഓരോന്നായി സാക്ഷാൽ മഹാവിഷ്ണു, മഹാലക്ഷ്മി, സാക്ഷാൽ ഭഗവതി, സാക്ഷാൽ നാരായണൻ നിങ്ങൾക്ക് നടത്തി തരുവാൻ പോവുകയാണ്. ഈ തൃക്കാർത്തിക ദിവസം ഇരുണ്ടു വെളുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും. അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ചയും വിജയങ്ങളും വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതിലും നല്ലൊരു ജീവിതം ജഗദീശ്വരൻ വെച്ച് നീട്ടാൻ പോവുകയാണ് കേട്ടോ. വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ജീവിതം. സത്യമുള്ള ദിവസമാണ്, തൃക്കാർത്തിക ദിവസമാണ്. മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ഈ ഒരു ദിവസം ഞാൻ പറയുകയാണ്. സർവമംഗളമായി ഭവിക്കും. നിങ്ങളുടെ ജീവിതം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുവാൻ പോവുകയാണ്. ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളെ പുച്ഛിച്ചവരും
പരിഹസിച്ചവരും നിങ്ങളെ മെക്കിട്ട് കയറാൻ വന്നവരുമെല്ലാം മാറി നിന്ന് നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ദിവസങ്ങളായിരിക്കും അടുത്ത 5-6 മാസങ്ങൾ കൊണ്ട് സംഭവിക്കുക. അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരായിട്ടുണ്ടെങ്കിൽ അവരോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുക. എല്ലാം നന്നായി വരും. അടുത്ത നാള് പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ നരസിംഹമൂർത്തിയാണ്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമേ എന്റെ പ്രശ്നവിധിയിൽ നരസിംഹസ്വാമിയുടെ രൂപം തെളിയാറുള്ളൂ. എന്തോ വളരെ വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് പൂരാട നക്ഷത്രക്കാരുടെ പ്രശ്നവിധിയിൽ ഇന്ന് നരസിംഹമൂർത്തിയുടെ രൂപം തെളിഞ്ഞു വന്നത്. പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾക്കാണ് ഈ ഒരു തൃക്കാർത്തിക ദിവസം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സാക്ഷാൽ മഹാലക്ഷ്മിയും സാക്ഷാൽ നരസിംഹമൂർത്തിയും ഇവരെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൊണ്ടുവരുന്ന ദിവസമായിരിക്കും. ഈ പൂരാട നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ശത്രുദോഷങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ പ്രാക്ക്, എരിച്ചില്, വിളിച്ചപേക്ഷ, ദുർമന്ത്രവാദങ്ങൾ, ആഭിചാരക്രിയകൾ ഇവ കൊണ്ടൊക്കെ തളർന്നു പോയവരാണ് പൂരാട നക്ഷത്രക്കാർ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവർക്ക് ചുറ്റും തലങ്ങും വിലങ്ങും ഏറ്റിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നു എന്ന് ഒരു നിശ്ചയവുമില്ല. പക്ഷെ ധാരാളം ശത്രുക്കൾ ഇവരുടെ നാശത്തിനായി ചെയ്യുന്ന ഓരോരോ ക്രിയകളുണ്ട്. എന്നാൽ ആ ചെങ്ങലകളെല്ലാം വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞുകൊണ്ട് സാക്ഷാൽ നരസിംഹമൂർത്തി ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യകരമായി വന്നു ചേരുകയാണ്. സർവ ശത്രുക്കളെയും നശിപ്പിച്ച് സർവ ആഭിചാര ക്രിയകളും ഇല്ലാതാക്കി ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഭഗവാൻ. ഇവരുടെ ശത്രുക്കളും ഇവരെ ദ്രോഹിച്ചവരും ഇവർക്ക് കണ്ണീരും പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും എല്ലാം തീർത്തവരും ഇല്ലാതാവുക പോവുകയാണ്. എല്ലാ ദോഷങ്ങളും നരസിംഹമൂർത്തി മാറ്റുകയാണ്. ദോഷങ്ങൾ തീരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ ഉയർച്ചയിലെത്തും. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, മക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും. സാമ്പത്തിക ഭദ്രത, കർമ്മപുഷ്ടി, വിവാഹയോഗം, ഭവനയോഗം, വാഹനയോഗം, കുടുംബ പ്രാരാബ്ധങ്ങളിൽ നിന്നുള്ള മോചനം, ദാമ്പത്യപുഷ്ടി ഇതെല്ലാം വന്നു ചേരുന്ന സുദിനങ്ങളാണ് ഇനി വരിക. ഇന്ന് ഈ തൃക്കാർത്തിക ദിവസം ഇരുണ്ടു വെളുത്ത് നാളെ വെള്ളിയാഴ്ച പുലരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വിജയവും ഉണ്ടായിത്തീരും. ഒരു ദിവസം കൊണ്ടല്ല, അടുത്ത 4-5 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയമായിരിക്കും നരസിംഹമൂർത്തി ഭഗവാൻ സാധിച്ചു തരിക. നിങ്ങളുടെ വീട്ടിൽ പൂരാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ എഴുതി വെച്ചോളൂ. എന്റെ ഈ പ്രവചനം, എന്റെ ഈ വാക്കുകൾ പൊന്നാവുക തന്നെ ചെയ്യും. എന്റെ നാവ് പൊന്നാവും, എന്റെ പ്രവചനം അച്ചിട്ടാകും. നിങ്ങളുടെ ജീവിതം, ഈ പൂരാട നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ. അടുത്ത 5 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വളരെയധികം ഉയരും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചിരുന്ന തൊഴിൽ, അത് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, നിങ്ങൾ ആ സ്വപ്നങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. നരസിംഹസ്വാമി ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആ ക്ഷേത്രത്തിൽ പോയി ഒന്ന് നന്നായി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതി. നാരായണ മന്ത്രങ്ങൾ ജപിക്കുക. സ്വസ്ഥമായിരുന്ന് സമാധാനമായിരുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം, സന്ധ്യയ്ക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നാരായണ മന്ത്രങ്ങൾ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ മന്ത്രങ്ങൾ മാത്രം ജപിച്ചാൽ മതി. എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.